ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു, ഹ്യൂജ് കൺസോൾട്ടേഷൻ. നിഫ്റ്റി എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, എസ്പെഷ്യലി യു എസ് മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ കണ്ടത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപ് അത് അമേരിക്കയെ ബാങ്ക്രപ്റ്റ് ആക്കുമെന്നുള്ള എലൻ മസ്കിൻ്റെ പ്രസ്താവന. എലൻ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി, അതുവഴി ടെസ്ല സ്റ്റോക്കുകൾ 6% ഏറെ ഇടിവ് രേഖപ്പെടുത്തി. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് തന്നെയാണ് യു എസ് മാർക്കറ്റിൽ ആവർത്തിച്ചത്. യു എസ് മാർക്കറ്റ് ഇന്നലെ ഫോളായി. കൂടാതെ തന്നെ വേറൊരു പുതിയ അപ്ഡേറ്റ് കൂടിയുണ്ട്. ട്രംപ് ഈ പല ഏഷ്യൻ രാജ്യങ്ങൾക്കും ഈ ഒഫീഷ്യൽ ലെറ്ററുകൾ അയക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 25% താരിഫ് സൗത്ത് കൊറിയ, ജപ്പാൻ, മലേഷ്യ, കസാഖിസ്ഥാൻ, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, തായ്ലൻഡ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഈ ഇതിൻ്റെ തീരുമാനങ്ങൾ വരുന്നുണ്ടതിന് മുമ്പേ തന്നെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് എല്ലാം തന്നെ അയച്ചു എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയായിട്ടുള്ള ആ ഒരു താരിഫിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു ജിറ്റർനെസ് ഇന്നലെ യു എസ് മാർക്കറ്റിൽ വിസിബിളായിരുന്നു. യു എസ് മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് 188 പോയിൻറ്റും, ഡോ 422 പോയിൻറ്റിൻ്റെയും ഒരു ഇടിവ്. FTSE യു കെ മാർക്കറ്റും സ്ലൈറ്റ്ലി ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ജർമ്മനും ഫ്രാൻസിലും ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ സ്റ്റിൽ മൈനസാണ്, 46 പോയിൻറ്റ് മിഡിലായിട്ട് കാണാം. ഏഷ്യൻ മാർക്കറ്റ് അതൊന്നും പരിഗണിക്കുന്നില്ല. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 1,80,233, ഗോൾഡ് $6 ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് പെർ ഔൺസിന്. ഇന്നലെയും ഗോൾഡ് ഒരു $30 ഒരു ഇടിവുണ്ടായിരുന്നു പെർ ഔൺസിന്. നമ്മൾ മാർക്കറ്റിലെ സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങുകളെല്ലാം തന്നെ പ്ലാൻ ചെയ്യാം. ഇൻട്രാഡേ, മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്ക്. അപ്പോൾ അതിലൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ശക്തിപ്പെടുത്താം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യമുള്ളത് ടാറ്റ മോട്ടേഴ്സാണ്. ടാറ്റ മോട്ടേഴ്സ് ജി എൽ ആറിൻ്റെ സെയിൽസ് 10% ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കൊട്ടാക് ബാങ്ക് നെറ്റ് അഡ്വാൻസ് എല്ലാം തന്നെ 4.45 ലാക്ക് ക്രോഡ്സ്, അതായത് 14% ഒരു ഇൻക്രിമെൻറ്റ് ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. മാക്രോടെക് ഡെവലപ്പേഴ്സ് കമ്പനി ഇവർ 10% ഇവരുടെ പ്രീ സെയിൽസ് എല്ലാം തന്നെ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. JSW ഇൻഫ്ര കമ്പനി ഇവർക്കൊരു പുതിയ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. കൊൽക്കട്ട പോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രൊജക്റ്റ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ഫോണിക്സ് മിൽക്സ് കമ്പനി 12% ഇയർ ഓൺ ഇയർ ഇവരുടെ റീറ്റെയിൽ സെയിൽസ് വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. ടൈറ്റാൻ ജ്വല്ലറി സെഗ്മെൻറ്റിലെ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ സെയിൽസ് 18% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. M&M കമ്പനി 20% ഇയർ ഓൺ ഇയർ ഇവരുടെ പ്രൊഡക്ഷൻ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. പീൻ ഗഡ്ജിൽ ജ്വല്ലേഴ്സ് കമ്പനി 3% ഇയർ ഓൺ ഇയർ ഇവരുടെ ടോട്ടൽ റവന്യൂ വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. ഓറിയൻ്റ് പവർ കമ്പനി പുതിയൊരു ഓർഡർ ലഭിച്ചു. റാഫ്ലിക്സ് കമ്പനിക്കും 250 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കിംസ് കമ്പനി രാജസ്ഥാനിൽ പുതിയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു. ഉഷ ഫിനാൻസ് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. എത്ര രൂപയാണ് ഡിവിഡൻഡ്, എന്നാണ് റെക്കോർഡ് ഡേറ്റ് എന്നുള്ളത് നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. IPO ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അതുപോലെ ഇനി നമുക്ക് റിസൾട്ടുകൾ വരികയാണ്. അപ്പോൾ ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ഏതൊക്കെ ദിവസമാണ് എന്നുള്ളതും നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിലുണ്ട്. അതെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് കാണാം. താങ്ക് യു ഓൾ.